ബി.ജെ.പിയുമായി മേയറുടെ കേക്ക് പങ്കിടൽ. എൽ.ഡി.എഫിനെതിരെ മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. തൃശൂർ കോർപ്പറേഷൻ മേയർ എം.കെ. വർഗീസിനെതിരെ ആഞ്ഞടിച്ച് സി.പി.ഐ നേതാവും മുൻ മന്ത്രിയുമായ വി.എസ്. സുനിൽകുമാർ. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ എം.കെ. വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ചോറിവിടെയും കൂറവിടെയും എന്ന രീതിയിലാണെന്നും സുനിൽകുമാർ ആരോപിച്ചു. തൃശൂർ മേയർ എം.കെ. വർഗീസിനെ മാറ്റണമെന്ന് സി.പി.ഐ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മേയറെ തുടരാൻ തീരുമാനിച്ചതാണ് പ്രശ്നമെന്നും എൽ.ഡി.എഫിനെ പരോക്ഷമായി പഴിച്ചുകൊണ്ട് വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ബി.ജെ.പിയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ എം.കെ. വർഗീസിനെ സന്ദർശിച്ച് കേക്ക് കൈമാറിയിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് മേയർക്കെതിരെ തുറന്നടിച്ച് വി.എസ്. സുനിൽകുമാർ രംഗത്തെത്തിയത്. ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് അദ്ദേഹത്തിന്റെ ബി.ജെ.പിയോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം തന്നെയാണ് വെളിവാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് സഹായമാകുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. മേയറെ മാറ്റേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്ത് ചെയ്താലും സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും എന്ത് ചെയ്താലും സഹിക്കേണ്ട നിലപാടിലേക്ക് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും വി.എസ്. സുനിൽകുമാർ വ്യക്തമാക്കി. കെ. സുരേന്ദ്രൻ വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തതല്ലെന്നും അതിൽ അത്ഭുതമില്ലെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. മറ്റൊരു മേയർക്കും കെ. സുരേന്ദ്രൻ കേക്ക് കൊടുത്തില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഇടതുമുന്നണിയുടെ തൃശൂർ മേയറായ എം.കെ. വർഗീസ്. പ്രത്യേക സാഹചര്യത്തിൽ മേയർ ആക്കിയതാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം തുടരട്ടെയെന്നും ഇടതുമുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. അതേസമയം ക്രിസ്തുമസ് ദിവസം തൻ്റെ വസതിയിൽ ആര് വന്നാലും സ്വീകരിക്കും എന്നും ക്രിസ്മസ് സ്നേഹത്തിൻ്റെ ദിവസമാണെന്നും മറ്റൊരു ചിന്തയും ഇല്ലെന്നായിരുന്നു മേയർ എം.കെ. വർഗീസിൻ്റെ മറുപടി. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ വന്നതിൽ സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബി.ജെ.പി എം.പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ വിവാദങ്ങളിൽ ഏർപ്പെട്ടയാളാണ് തൃശൂർ മേയർ. വാക്കുകളിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അന്ന് മേയർ നൽകിയ മറുപടി.